റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. റേസ് ടു സക്സസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും നമ്മുടെ കൂടെയുള്ളത് നമ്മളുടെ സ്വന്തം മഹാദേവൻ പിള്ള സാറാണ്. സർ, കൂടെയുള്ളത് ഞാൻ വർഷയും. അപ്പം സർ, നമുക്ക് അധ്യാപകനായതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാറ് എന്തുകൊണ്ടും ഉചിതമാണ്. അപ്പം സർ, ശരിക്കും ഇന്ന് അധ്യാപകർ എന്നുള്ളൊരു പദവിയിലിരിക്കുന്ന ആളുകൾ ശരിക്കും അവരുടെ ആവശ്യമുണ്ടോ? കാരണം നമ്മൾ കഴിഞ്ഞൊരു AI കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധ്യാപകരെ ഇനി ആവശ്യമുണ്ടാവില്ല. കാരണം ഒരു ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിലും ലൈവ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഒരു അധ്യാപകനെ ആവശ്യമുള്ളൂ. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അധ്യാപകരെ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ സർ? നമ്മൾ പഠിക്കുന്നതിൽ അധ്യാപകരിൽ നിന്ന് എത്ര ശതമാനം പഠിക്കുന്നു എന്ന് ആലോചിക്കണം. നമ്മൾ പഠിക്കുന്നതിൽ ഒരു 25% അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നുള്ളൂ. 25% നമ്മൾ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു 25% നമ്മൾ സുഹൃത്തുക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു 25% നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കമ്പാരിറ്റീവ് ഇവാലുവേഷനിൽ 4/1 നമ്മൾ പഠിക്കുന്ന അധ്യാപകരിൽ നിന്നാണ്. അത് നമ്മുടെ ഫോർമൽ സ്കൂളിങ്. ഈ ഫോർമൽ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് അധികാലമൊന്നും ആയിട്ടില്ല. കേരളത്തിലെ സ്കൂളുകൾ തുടങ്ങിയിട്ട് 1.5 നൂറ്റാണ്ട് ചില്ലാനായിട്ടുള്ളൂ. അപ്പം അതിനുമുമ്പ് നമ്മൾ എവിടുന്ന് പഠിച്ചിരുന്നു? അതിനുമുമ്പ് ആശാൻ പള്ളിക്കൂടത്തിൽ പോയി എഴുത്ത് പഠിക്കുമായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 1.5 നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനെ ക്ലാസ്സുകളിൽ പോയിരുന്ന്, ഒരു 160 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ക്ലാസ്സുകളിൽ പോയിരുന്ന് ടീച്ചേഴ്സ് വായിച്ചു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ കേൾക്കുന്ന ഒരു പതിവ് കേരളത്തിലുണ്ടായിരുന്നില്ല. ഇനി ലോകത്തിൽ തന്നെ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ ഫോർമൽ സ്കൂളുകൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ചില പള്ളിക്കൂടങ്ങളെന്ന് പറയാൻ പറ്റുന്നത് ചില ഗുരുക്കന്മാർ അവരുടേതായ ചില പഠന കേന്ദ്രങ്ങൾ നടത്തും. അവിടെ ശിഷ്യന്മാർ പോയിരുന്ന് അവരോടൊത്ത് താമസിച്ച് പഠിക്കും. ഇപ്പം നമ്മുടെ ഉപനിഷത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്ത് പ്രശ്നോപനിഷത്ത്. ശിഷ്യന്മാർ 5 ശിഷ്യന്മാർ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രശ്നോപനിഷത്തിന്റെ സാരാംശം. ഗുരു അതിന് കൊടുക്കുന്ന മറുപടിയാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഗുരു ശിഷ്യം ബന്ധം എന്ന് പറഞ്ഞാൽ, ഒരു ഗുരുവിന്റെ വീട്ടിൽ കുറെ ശിഷ്യന്മാർ പോയി താമസിക്കും. ഗുരുവിന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഗുരുവിന് അറിയുന്ന കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഇൻഫോർമൽ സ്കൂളിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഫോർമൽ സ്കൂളിംഗ് വന്നിട്ട് അധികമായില്ല. വെറും ഈ 2 നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രമേ നമ്മുടെ ഈ ക്ലാസ് റൂം രീതികൾക്കുള്ളൂ. അധികം വൈകാതെ ആ ക്ലാസ് റൂമുകൾ അപ്രത്യക്ഷമാവും. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 1/2 നൂറ്റാണ്ടിനപ്പുറം ഈ ക്ലാസ് റൂമുകളൊന്നും ഇനി നിലനിൽക്കില്ല. 1/2 നൂറ്റാണ്ട് തന്നെ നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫോർമൽ സ്കൂളിംഗ് സിസ്റ്റം ഇല്ലാതാകാൻ പോവാം. അപ്പം നമുക്കൊരു പക്ഷേ സങ്കടം തോന്നുമോ, ഇങ്ങനെ സ്കൂളില്ലാതായി കഴിഞ്ഞാൽ സ്കൂളിൽ പോണ്ടേ? പണ്ടാരും സ്കൂളിൽ പോയിരുന്നില്ലല്ലോ. സ്കൂളിൽ പോണ്ടേ? ടീച്ചേഴ്സിന് പണി പോവില്ലേ? അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കാരണം ഈ മനുഷ്യ വംശത്തിന്റെ ചരിത്രത്തിൽ ഒരു 2 നൂറ്റാണ്ട് ഇങ്ങനൊരു സമ്പ്രദായം വന്നു എന്ന് കരുതിയാൽ മാത്രം മതി. ആ സമ്പ്രദായം അതിനു മുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതപ്പെട്ടേക്കാം. 2 നൂറ്റാണ്ടുകൾ കുട്ടികളൊക്കെ അടച്ചിട്ട് ഒരു മുറിക്കകത്ത് പോയിരുന്ന് അധ്യാപകർ പറയുന്ന പിടിച്ചെടുത്ത് അങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നൊരു ചരിത്ര പുസ്തകത്തിൽ പിന്നീട് ഒരിക്കൽ പറഞ്ഞേക്കാം. ഇത് ഇല്ലാതാകാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിൽ അങ്ങനെ പറഞ്ഞത്, അധ്യാപകർ അനാവശ്യമോ എന്നുവെച്ചാൽ അധ്യാപകർ ആവശ്യമാണോ അല്ലയോ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യാപകർ ആവശ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമുക്ക് ഈ അധ്യാപകർ? വിജ്ഞാനം പകർന്നു കൊടുക്കാൻ. വിജ്ഞാനം അധ്യാപകർ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് വേറൊരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും വിജ്ഞാനം കിട്ടും. അധ്യാപകർക്ക് ഒരു റോളും കൂടെ ഉണ്ട്, വിവേകം പകർന്നു കൊടുക്കുക. ഈ ഫോർമൽ സ്കൂളിങ്ങിൽ ഈ ക്ലാസ് മുറികളിൽ വരുന്ന അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് അതുകൂടി കിട്ടിയിരുന്നു. പിന്നെ പ്രായോഗിക ബുദ്ധി, വിസ്ഡം, ബുദ്ധി, അത് കിട്ടിയിരുന്നു. പക്ഷെ ഈ ബുദ്ധിയും വിവേകമൊക്കെ പകർന്നു കൊടുക്കുന്ന ജോലി ഇന്ന് അധ്യാപകർ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇന്ന് അധ്യാപകർ ചെയ്യുന്ന എന്താ? കവറിങ് ദ സിലബസ്. എൻ്റെ ഒരു പ്രൊഫസർ പണ്ട് പറയാറുണ്ടായിരുന്നു, ഡോണ്ട് കവർ ദ സിലബസ്, ബെറ്റർ അൺകവർ ദ സിലബസ്. സിലബസിൽ എന്താണോ ഉള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അധ്യാപകന്റെ ആവശ്യമില്ല. സിലബസിൽ ഇല്ലാത്ത പറഞ്ഞു കൊടുക്കാനാണ് ശരിക്കൊരു അധ്യാപകന്റെ ആവശ്യം. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയല്ല. ആ സിലബസ് അതുള്ള പഠിക്കുക, അതിന്റെ പരീക്ഷ എഴുതുക. അപ്പോൾ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് അധികമായിട്ട്
ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിപ്പോയി. അതിനി അധികകാലം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർ ഒരു ജനുസ് എന്നുള്ള നിലയ്ക്ക്, ഒരു വർഗം എന്നുള്ള നിലയ്ക്ക് ഇനി ശോഷിക്കും. ഇങ്ങനൊരു വർഗം ഉണ്ടായിട്ട് തന്നെ 2 നൂറ്റാണ്ടിനപ്പുറം ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു വർഗം ഇനി ഇല്ലാതെയാവും ക്രമേണ. എന്നിട്ട് നമ്മൾ ഇൻഫോർമൽ ലേണിംഗിലേക്ക് പോവും. അപ്പോൾ ഒരുപക്ഷെ ഒരു 1-2 തലമുറ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഹിസ്റ്ററി, ഒരു ചരിത്രം മാത്രമായിട്ട് അവശേഷിക്കും. അപ്പം ഈ അധ്യാപനത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തുന്നതിന്റെ ഒരു ചരിത്രം എന്താണ് സർ? ഇന്നത്തെ ഒരു ആദ്യമായിട്ട് തുടങ്ങിയത് ഫോർമലായിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളാണ് തുടങ്ങിയത് ആദ്യമായിട്ട് ലോകത്ത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നളന്ദ, തക്ഷശിലയൊക്കെ. അതൊക്കെ നശിപ്പിക്കപ്പെടുക ചെയ്തത് പിന്നീട് അധിനിവേശത്തിൽ. അതൊക്കെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് തുടങ്ങി. അന്നും സ്കൂളില്ല. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ കാലം മുതൽ അങ്ങോട്ട്, എന്ന് വെച്ചാൽ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ അവിടെ എത്തും. എന്നിട്ട് പഠിച്ച് അവരൊരു ബിരുദത്തോടു കൂടി പുറത്തിറങ്ങുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ സ്കൂൾ എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നില്ല. അത് ആദ്യം ഉണ്ടായിരുന്ന ചില യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് യൂറോപ്പിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പഠനമാണ് ആദ്യം തുടങ്ങി, ഓർഗനൈസ്ഡ് ആയിട്ട്. പക്ഷെ പിന്നീട് ഈ സ്കൂൾ വിദ്യാഭ്യാസം സെപ്പറേറ്റ് ചെയ്തൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് വന്നിട്ട് പാശ്ചാത്യ നാടുകളിൽ വന്നിട്ട് തന്നെ ഒരു 3 നൂറ്റാണ്ടിലധികമായിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് അത് വരുന്നതും. ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സ്കൂള് സ്ഥാപിച്ചത് കോട്ടയത്താണ്, CMSന്റെ സ്കൂള്. അത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് സ്ഥാപിച്ചത്. അപ്പോൾ അതൊന്നും അത്രയധികം കാലമായിട്ടില്ല, ഏതാണ്ട് 2 പതിറ്റാണ്ടിനകമുള്ള സംഗതികളാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു കൊള്ളാമല്ലോ, കുട്ടികളെയൊക്കെ ഒന്നിച്ചൊരിടത്ത് കൊണ്ടുവരുന്നു, ഒരാൾ ഒന്നിച്ച് പഠിപ്പിക്കുന്നു. അന്ന് അതിനൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ, ഓരോ ആളിനും വിജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള ഉപാധികളില്ല. അതുകൊണ്ട് കുറെ പേര് ഒന്നിച്ചിരുത്തി കഴിഞ്ഞാൽ, അവർക്ക് ഒന്നിച്ചിത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നിച്ച് പഠിച്ചോളും, അവർക്കൊരു പാഠപുസ്തകം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഒരു ചിന്ത എന്നാണ്. ഇന്ന് ഉപാധികൾ മാറി. ഇനിയിപ്പോ വിജ്ഞാനം പകരാൻ പോകുന്ന വ്യക്തികളിലേക്കാണ്, കൂട്ടത്തിലേക്കല്ല. ഇപ്പൊ നമ്മുടെ എല്ലാം കയ്യിലൊരു മൊബൈലുണ്ട്. അതൊരു കൂട്ടത്തിനല്ല ഉപയോഗിക്കുന്ന, ഒരു വ്യക്തിക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊരു കൂട്ടത്തെ ഒന്നിച്ച് പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന രീതി മാറാൻ പോകണം. പിന്നെ മറ്റൊന്ന്, പ്രായോഗികമായ പരിശീലനം നടത്തുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക് കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, MBBS പഠിപ്പിക്കുന്ന കോളേജുകൾ, അവിടെയൊക്കെ പ്രായോഗിക പരിശീലനം വേണമെന്നുണ്ടെങ്കിൽ ആ പ്രായോഗിക പരിശീലനത്തിന് മാത്രമേ ഇനി കൂട്ടായ്മ വേണ്ടി വരുള്ളൂ. അതിന്റെ തിയറി പഠിക്കുന്നതിന് ഒരു കൂട്ടായ്മ ആവശ്യമില്ല, അത് വ്യക്തികൾക്ക് പഠിക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്ന, ഉരുത്തിരിയാൻ പോകുന്ന ഒരു സമ്പ്രദായത്തില് തിയറി പഠിക്കാൻ ആർക്കും അധ്യാപകരെ വേണ്ട. പ്രാക്ടിക്കൽസോ ഡെമോൺസ്ട്രേഷനോ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ, അതും യന്ത്രങ്ങളെ കൊണ്ട് കഴിയും. പക്ഷെ അതെന്നാലും കുറെ കാലം കൂടി മനുഷ്യനിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അത് മനുഷ്യനത് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ചില കോഴ്സുകൾ കാണുകയുണ്ടായി. അന്തർദേശീയ തലത്തിൽ ഈ കോഴ്സിറ അങ്ങനെയുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ NBTL, സ്വയം എന്നൊക്കെ പറഞ്ഞ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അതോരോ കോഴ്സ് ഓഫർ ചെയ്യും. ഇന്ന സബ്ജക്റ്റിലൊരു കോഴ്സ്. ആ കോഴ്സിൽ ചിലപ്പോൾ ചേരുന്നത് 10,000 ആയിരിക്കും, ചിലപ്പോൾ 4 ലക്ഷം പേരൊക്കെ ചേരുന്ന കോഴ്സുകൾ വരെയുണ്ട്. അവർക്ക് അത്രയും കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കാം. ഒന്നിൽ ഓൺലൈൻ വീഡിയോ, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ആ കണ്ടന്റ് കൊടുക്കും. അവരത് പഠിക്കുക, വേണമെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാം. പരീക്ഷയും ഓൺലൈനായിട്ട്. അപ്പോൾ എന്താ ഗുണം? ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലിരുന്ന് വേണേൽ പഠിക്കാം, പരീക്ഷ പോയി എഴുതാം. ആ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ അത് അംഗീകൃത പാസ്സാണത്. അങ്ങനെ ഒരു 10 പേപ്പറോ 20 പേപ്പറോ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഡിപ്ലോമയോ ഡിഗ്രിയോ എന്ത് വേണമെങ്കിലും അതുവഴി എടുക്കാൻ പറ്റും. അപ്പൊ ഇനിയുള്ള പഠന രീതികൾ അതിലേക്ക് പോവാണ് ക്രമേണ. അപ്പോൾ ഒരു 2-3 പതിറ്റാണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഓർഗനൈസ്ഡ് കോളേജ് സെറ്റപ്പൊക്കെ ഇല്ലാതാവും. പക്ഷെ കോളേജുകൾ പിന്നെ നിലനിൽക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ പരീക്ഷ നടത്താനൊരു സ്ഥലം വേണം. ഇനി അതും കഴിയുമ്പോൾ ചിലപ്പോൾ അതും കോളേജുകൾ ആവശ്യമില്ലാതെ വരും. ഇപ്പൊ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, വീട്ടിലിരുത്തി പരീക്ഷ എഴുതുമ്പോൾ തന്നെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാം. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതുവഴി പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കാൻഡിഡേറ്റിനെ ഇൻവിജിലേറ്റർക്ക് സൂപ്പർവൈസ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ പരീക്ഷ എഴുതാനും പറ്റും. അപ്പോൾ പിന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധ്യാപകർ ഒരു വർഗം എന്നുള്ള നിലയ്ക്ക് ഇനി ശോഷിക്കും. പിന്നെ അങ്ങനെ വരുമ്പോൾ കുറെ അധ്യാപകരെ വേണ്ടി വരും, സം ഗ്രേറ്റ് ടീച്ചേഴ്സ്. ഒരു വിഷയം 3 ലക്ഷം പേര് പഠിക്കുമ്പോൾ അതിനുവേണ്ടി ക്ലാസ് എടുത്ത് ആ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു അധ്യാപനം വേണ്ടി വരും ഭംഗിയായിട്ട്. അതും കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാം.
എങ്കിലും അതിൽ ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ അത് കൂടുതൽ അംഗീകരിക്കപ്പെടും. അതിപ്പോൾ ഈ ലക്ഷക്കണക്കിന് പേര് ചേരുന്ന പല കോഴ്സുകളിലും ഒരധ്യാപകൻ അതിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറും. പിന്നെ അധ്യാപകരെ വേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലെവലിൽ, ഇപ്പം ഏർലി ലേണിംഗ് സെന്റർ, LKG UKG, ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തിരുന്നത്. പക്ഷെ അത് കളക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കളക്റ്റീവ് ഇക്കോണമി ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയെ വീട്ടിൽ വളർത്താൻ ഒരു ആയ വേണമെങ്കിൽ 10 കുട്ടികൾക്ക് ചിലപ്പോൾ 2 ആയമാർ മതിയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പിടിച്ചു നിൽക്കും. കാരണം ആളുകൾക്ക് കുട്ടികളെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പൊരു ടോക്കിൽ പറഞ്ഞ പോലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരിക. അതുകൊണ്ട് കുട്ടികളെ അയക്കാൻ കുട്ടികളെയും വേണ്ടി വരും. അതുണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എങ്കിലും ആ സമ്പ്രദായം കുറെ കാലം കൂടി നിലനിൽക്കും. പക്ഷെ അവിടെ അധ്യാപകരെ അല്ല വേണ്ടത്, കുഞ്ഞിനെ നോക്കാൻ പറ്റിയ ആയമാരെയാണ് വേണ്ടത്. അപ്പൊ അതിലൊരു കോൺസെപ്ച്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ കൺവെൻഷണൽ സിസ്റ്റത്തിലുള്ള സ്കൂൾ കോളേജ് അധ്യാപകരെ അധികമൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഇത് ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. അതിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഭാവിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ റഫറൻസ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അധ്യാപക ജോലി ചെയ്യുന്ന പലരും മറ്റു ജോലികളിലേക്ക് വ്യാപരിക്കും. അത്രേ ഉണ്ടാവുന്നുള്ളൂ. സാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടീച്ചർ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് KTCT ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത്തരത്തിലൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നത്. ടീച്ചറിന്റെ പേര് ഐറിസ് എന്നാണ്. അപ്പം ആ ഒരു ന്യൂസ് കണ്ടപ്പം അതിൽ ഈ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടീച്ചർമാർ നമ്മളുടെ അടുത്ത് പതിവായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യം ചോദിക്കാം, ആ അധ്യാപകർ ആൻസർ പറയുന്നുള്ളതാണ്. അതുമാത്രമല്ല അവരൊക്കെ ഹോംവർക്ക് ഒന്നും കിട്ടില്ല. അപ്പം ഭയങ്കര രസമാണെന്ന് കൂടി അവർ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് സർ, ഇപ്പം ഈ ഒരു അധ്യാപകരെ വാർത്തെടുക്കുന്നുള്ള ആ ഒരു രീതിയും അവരെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയും പരിശീലനവും ഒക്കെ ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യമാണോ? അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടോ? തീർച്ചയായും. ഇതിൽ ഈ പറഞ്ഞ പഠന രീതിയിൽ വന്നൊരു പ്രത്യേകത, സാധാരണഗതി നമ്മുടെ ടീച്ചർമാര് ഒരു വിഷയം കുറച്ച് തയ്യാറായി പോവും, അത് ഡെലിവർ ചെയ്യും, കുട്ടികൾ അത് മിണ്ടാതെ കേട്ടിരിക്കും. ഒന്നേലും ചോദ്യം ചോദിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നല്ല ടീച്ചേഴ്സ് കുട്ടികളുടെ ചോദ്യം എന്റർടൈൻ ചെയ്യും, ഉത്തരവും കൊടുക്കും. പക്ഷെ AI ടീച്ചറാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സാധാരണ ഒരു ടീച്ചറിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയ പോർഷൻ കുറച്ച് സമയം പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചിട്ട് പോവാണ്. അതിനപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നല്ലൊരു പങ്ക് ടീച്ചേഴ്സ് അങ്ങനെയുള്ള ചോദ്യങ്ങളെ ചിലപ്പോൾ എന്റർടൈൻ ചെയ്തു. രണ്ടാമത് നമ്മുടെ ടീച്ചേഴ്സിനുള്ള ഒരു കുഴപ്പം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാനുള്ള പുസ്തകമല്ലാതെ അതിനപ്പുറത്തുള്ള ഒന്നും വായിക്കാറില്ല. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ്. 2ാം വർഷ BTech ക്ലാസ്സിൽ, ഇപ്പോഴൊന്നും അല്ല, 90കളുടെ ആദ്യം 80കളുടെ അവസാനമാണ്, 2ാം വർഷ BTech ക്ലാസ്സിൽ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സിൽ ഞാൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസോ ഇതിലേതോ ഒരു സബ്ജക്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റാണ്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, സർ വാട്ട് ഈസ് ഇലക്ട്രിക് ലെവിറ്റേഷൻ വെഹിക്കിൾ ELV, വാട്ട് ഈസ് ഇറ്റ് സർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെന്താ ഇത് എന്നോട് ചോദിക്കുന്നത്, കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു അവനോട്, അവന് മലയാളം നന്നായിട്ട് അറിയില്ല, വൈ യു ആർ സോ പർട്ടിക്കുലർ അബൌട്ട് ദിസ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, സാർ ഇലക്ട്രിക്കൽ ലെവിറ്റേഷൻ വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന റെയിൽസിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് എനിക്ക് അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഈസ് കണക്ടിങ് ടു മൈ ടോപ്പിക്. ഞാൻ പഠിപ്പിക്കുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ ലെവിറ്റേഷൻ വർക്കുകളെ കുറിച്ച് എനിക്കറിയായിരുന്നു. ഞാൻ സിവിലാണെങ്കിലും എനിക്ക് അതിന്റെ ELV എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള മെക്കാനിസം അറിയായിരുന്നു. അതിൽ ഒരു എയർ കുഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഒക്കെ ഉണ്ട്. ഞാനതൊക്കെ ബോഡി വരച്ചിട്ട് അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചത് ആ കുട്ടി ക്ലാസ്സിൽ ഭയങ്കര അറ്റൻറ്റീവ് ആയിരുന്നു. അപ്പോൾ അവന് ക്ലാസ്സിൽ നിന്ന് എന്തോ ഗെയിൻ ചെയ്യുന്നു എന്നൊരു, എന്നാൽ എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് ഭാഗ്യത്തിന് എനിക്ക് അത് അറിയാമായിരുന്നു. അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റി. ഇനി എനിക്കത് അറിയില്ലെങ്കിൽ അതിലൊരു നെഗറ്റീവ് പ്രോബ്ലം ഉണ്ട്. എനിക്കത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുമോ ഇവർക്കൊന്നും അറിയില്ല. പക്ഷെ അതിന്റെ ടീച്ചേഴ്സ് സ്വീകരിക്കേണ്ട ഒരു രീതി, അറിയില്ലെങ്കിൽ
അത് ഞാൻ നാളെ നോക്കി വന്ന് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് വേണ്ടത്. പല ടീച്ചേഴ്സും അതിന് തയ്യാറാകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അന്ന് പാഠപുസ്തകങ്ങൾ നോക്കി കണ്ടുപിടിക്കൽ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. എന്ത് സംശയം ആര് ചോദിച്ചാലും. മാത്രമല്ല നല്ല നല്ല ക്ലാസ്സുകൾ കൂടി യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുട്ടികൾ ഒരു AI ടീച്ചറിനെ കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എല്ലാത്തിനും ഉത്തരം കിട്ടും. അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, ഒരിക്കലും വഴക്ക് പറയില്ല AI ടീച്ചർ. നോർമൽ ടീച്ചറാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ വഴക്ക് പറയും. ഇതൊരു മെഷീനല്ലേ, ആ മെഷീനെ വഴക്ക് പറയാൻ ട്രെയിൻ ചെയ്യിക്കാതിരുന്നാൽ മതി. അതൊരിക്കലും വഴക്ക് പറയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കുട്ടികളുടെ കൗതുകം ഉണ്ടാവും. അതും ഇതിന്റെ കൂടെ ഈ ടീച്ചറിനെ അറിയാവുന്ന പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ. നമ്മുടെ ഒരു ഹ്യൂമൻ ടീച്ചറാണെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ചിലപ്പം വഴക്ക് പറയും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് AI ടീച്ചേഴ്സ് ഭാവിയിൽ കൂടുതൽ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് ക്ലാസ്സിലല്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു 10-30 കൊല്ലമൊക്കെ കഴിയുമ്പോൾ വീട്ടിലൊരു AI ടീച്ചറിനെ വാങ്ങി എല്ലാവരും വെക്കും. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, കുട്ടികൾ ഓരോ വിഷയം ചെന്ന് ചോദിക്കും, ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഇനി കുട്ടികൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ടീച്ചർ കുട്ടികൾക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കും. കുട്ടി തന്നെ ഇരിക്കല്ലേ, ടൈം സെറ്റ് ചെയ്താൽ അത് നല്ലൊരു മാർഗമാണല്ലേ. ഇപ്പം ട്യൂഷൻ പോലും ചിലപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാറി മറിയും. കാരണം വേൾഡ് ഈസ് സോ ഡൈനമിക്. ഞാൻ പറഞ്ഞല്ലേ, 1.5 നൂറ്റാണ്ടിലേ നമ്മുടെ ഈ സമ്പ്രദായം ഇങ്ങനെ വന്നിട്ട് തന്നെ അതൊക്കെ മാറി പറഞ്ഞ് പുതിയ സമ്പ്രദായത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഒരു ടീച്ചിങ് ടൈം ഇല്ലാതാവും. കുട്ടി കിടക്കുന്ന സമയത്തായിരിക്കും AI ടീച്ചർ ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ജപ്പാനിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ നഴ്സറി കുട്ടികളെ അവർ മയങ്ങുന്ന സമയത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മോണ്ടിസോറി ടീച്ചിങ്ങിലുള്ള ഒരു രീതിയാണത്. അത് പെട്ടെന്ന് അവരുടെ തലയിൽ കയറുമെന്ന് പറയുന്നത്. അർത്ഥസുഷുപ്തിയിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ കഥ പറയാറില്ലേ, അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പത്മവ്യൂഹം ഭേദിക്കുന്ന കേട്ടു എന്ന് പറയുന്ന പോലെ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന കുട്ടികളിലേക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണം നടക്കുന്നുണ്ട്. അവരിലേക്ക് നോളജ് ഇംബൈബ് ചെയ്യിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പറ്റും. ഇനി അത് പറ്റുമെന്ന് വെച്ചാൽ വീട്ടിലൊരു AI ടീച്ചർ ഉണ്ടെങ്കിൽ ഈ AI ടീച്ചറിനൊന്നും വലിയ വിലയൊന്നും വരില്ല. ഇപ്പോഴത്തെ ഒരു ലാപ്ടോപ്പിന്റെ വില വരുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ. കാരണം അത്രേ വേണ്ടൂ. പിന്നെ അതിന് റോളറിൽ ഉരുളാനുള്ള ഒരു സംവിധാനം കൊടുത്താൽ മതി. നടന്നു പോകുന്ന ടീച്ചറാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടുതൽ വരും. കാരണം ഈ നടക്കുന്ന മെക്കാനിസം ഭയങ്കര ടീഡിയസ് ആണ്. മറിച്ച് ഒരു റോളറിൽ ഉരുളുന്നതാണെങ്കിൽ വളരെ ചെറിയ വിലയെ വരുള്ളൂ. എല്ലാ വീട്ടിലും ഓരോ AI ടീച്ചറെ നമുക്ക് വെക്കാം. എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു റിസപ്ഷന് വേണ്ടി ഒരു AI റോബോട്ടിനെ വെക്കാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉത്തരം കൊടുക്കുന്ന രീതിയിൽ. സാർ അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എങ്കിലും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ ടീച്ചേഴ്സ് കുറെ കൂടെ അപ്ഡേറ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ, സാർ ഒരു അധ്യാപകനാണ്, പ്രിൻസിപ്പാളാണ്. പക്ഷെ സാറിൻ്റെ കാര്യത്തിൽ അത് എത്രമാത്രം ആണെന്ന് എനിക്കറിയില്ല. കാരണം സാറിന് എല്ലാ കാര്യത്തെക്കുറിച്ച് അറിയാം. നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പം എനിക്ക് പുതിയ അറിവാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യവും എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പം സാറിൻ്റെ അടുത്ത് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സാറിന് ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. കാരണം സാർ അതിന് നേരത്തെയും ആൻസർ പറഞ്ഞിരുന്നു. എത്രമാത്രം സാർ അധ്യാപകർ അപ്ഡേറ്റഡ് ആണ്? വളരെ കുറവാണ്. ഇപ്പൊ എനിക്കറിയുന്ന അധ്യാപകരിൽ ഒരു 100 ഇത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 2 ഘടകമുണ്ട്. ഒന്ന്, വിജ്ഞാനത്തിനോടൊരു ദാഹം വേണം. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ടീച്ചേഴ്സ് 3 തരത്തിലുണ്ട്. ബോൺ ടീച്ചേഴ്സ്, മെയ്ഡ് ടീച്ചേഴ്സ്, ഫോഴ്സ് ടീച്ചേഴ്സ്. ബോൺ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ BTech കഴിയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിലുണ്ടായിരുന്നു. അതിലേറ്റവും ശമ്പളം കുറഞ്ഞ പണിയായിരുന്നു അധ്യാപന വൃത്തി. ഞാൻ അത് സ്വീകരിച്ച ആളാണ്. ബാക്കിയൊക്കെ മാറ്റിവെച്ചിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ജോലി മാറ്റിവെച്ചിട്ട് അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അതെന്റെ രക്തത്തിലുള്ള ഒരു വികാരമാണ് അധ്യാപകനാകാന്നുള്ളത്. അത് എനിക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടം. അത് എൻ്റെ ഒരു തീരുമാനമാണ്. മറിച്ച് ചിലർ മെയ്ഡ് ടീച്ചേഴ്സാണ്. മെയ്ഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലി അന്വേഷിച്ചു, കൂട്ടത്തിൽ കിട്ടിയ ഒരു അധ്യാപക ജോലിയാണ്, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് തീരുമാനിക്കുക. ഇനി ചിലരങ്ങനെയല്ല, ഫോഴ്സ്ഡ് ആണ്. അവർ ജോലി അന്വേഷിച്ചിരുന്ന ഒന്നും കിട്ടിയില്ല. അവസാനം കിട്ടിയത് ഒരു അധ്യാപകന്റെ വൃത്തിയാണ്, അതങ്ങ് ചെയ്യും. ഇങ്ങനെയുള്ളതിൽ ഈ ബോൺ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്നും വായിച്ചുകൊണ്ടിരിക്കും, അവരെന്നും പഠിച്ചുകൊണ്ടിരിക്കും. ഈ ഫോഴ്സ്ഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവരൊരിക്കലും വായിക്കില്ല, ഒരിക്കലും പഠിക്കില്ല. മെയ്ഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ ഒരു കർത്തവ്യം നിർവഹിക്കാനുള്ള ഒരു കഴിവെങ്കിലും അവരെ ആർജിക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. അതുകൊണ്ടാണ് പഴയൊരു ചൊല്ല് പറയുന്നത്, ആവറേജ് ടീച്ചർ ടീച്ചേഴ്സ്, ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ഗ്രേറ്റ് ടീച്ചേഴ്സ് ഇൻസ്പയർ. ഈ ഇൻസ്പയർ ചെയ്യാൻ കഴിയണമെങ്കിൽ നല്ല നോളജ് ബേസ് വേണം. എല്ലാവർക്കും അത് പറ്റില്ല. ഇത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഡെഡ് സ്റ്റോക്ക് അല്ല, അവരൊരു ലൈവ് ഓർഗാനിസമാണ്. സ്റ്റുഡൻസിന്റെ മുന്നിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ നിൽക്കുമ്പം
5 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവും ഈ അധ്യാപകന്റെയോ അധ്യാപികയുടെയോ നോളജ് ഹോളോ ആണോ സോളിഡ് ആണോ എന്നുള്ളത്. സോളിഡ് നോളജ് ഉള്ള ഒരു അധ്യാപകനാണ് നിൽക്കുന്നതെന്ന് തോന്നിയാൽ കുട്ടികൾ അവരെ ശ്രദ്ധിക്കാൻ തയ്യാറാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നോളജിനുള്ള ഒരു തേഴ്സ്റ്റ് ഉണ്ട്. ആ തേഴ്സ്റ്റ് ഇഗ്നേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളിനെ മാത്രമേ അവർ അവരുടെ ഒരു അധ്യാപകനോ അധ്യാപികയായിട്ട് മനസ്സാ സ്വീകരിക്കുന്നു. അല്ലാതെ എന്ത് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അധ്യാപകരിൽ വളരെ കുറച്ചുപേര് മാത്രമേ ഈ പറഞ്ഞ പുതിയ യുഗത്തിൽ അധ്യാപന പ്രക്രിയയിൽ വേണ്ടി വരും. കാരണം അങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്ന നോളജിനെ യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുന്ന കുറച്ചു പേര് മാതൃകാ അധ്യാപകരായി മാറും. അങ്ങനെയുള്ളവര് ആണ് ഈ വരാൻ പോകുന്ന യുഗത്തിൽ സർവൈവ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ മറ്റു തൊഴിൽ അന്വേഷിക്കേണ്ടി വരും. മറ്റു തൊഴിലുകളുണ്ടാവും. അധ്യാപനം ഇതിപ്പോ അങ്ങനെ ഒരു തൊഴിൽ കിട്ടിയോണ്ട് അത് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ അവർ വേറെ തൊഴിൽ കണ്ടെത്തിക്കൊള്ളും. നമ്മള് മനസ്സുകളെ മോശമാക്കുന്നതിനേക്കാൾ നല്ല വേറെ എന്തെങ്കിലും സാധനങ്ങൾ മോശമാക്കട്ടെ, അതിനുള്ള വഴി ഉണ്ടാവുമല്ലോ. സാർ, ഇപ്പം ഈ അധ്യാപകരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടുള്ള അധ്യാപകരൊക്കെ മിക്കവാറും പേരും സ്ത്രീകളായിരിക്കും. അപ്പം പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതെന്തുകൊണ്ടായിരിക്കും സാർ? അത് ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന് എൻ്റെ അപ്പൂപ്പൻ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. അന്ന് അപ്പൂപ്പൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ഒരു സ്ത്രീ അധ്യാപിക ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലേ? അതിങ്ങനെ വന്ന് ഞാൻ അധ്യാപകനായി കയറുന്ന സമയത്ത്, ഞാൻ അധ്യാപകനായി കയറുമ്പോൾ എൻ്റെ കോളേജിൽ ഒരു അധ്യാപിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ കോളേജിലെ 70% അധ്യാപകരും സ്ത്രീകളായി മാറി. അതൊരു വിമൻ എംപവർമെന്റിന്റെ പാർട്ടാണ്. ഒന്ന്. രണ്ടാമത്, സ്ത്രീകളെ സംബന്ധിച്ച് അധ്യാപന വൃത്തിക്ക് ഒരു ആകർഷണമുണ്ട്. ഒരു ക്ലിപ്തമായ സമയത്ത് ചെയ്താൽ മതി. രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 വരെ, അല്ലെങ്കിൽ 10 തൊട്ട് 5 വരെ. ബാക്കിയുള്ള സമയം അവർ ഫ്രീ ആണ്. പിന്നെ വീട്ടിൽ അത്യാവശ്യം പ്രിപ്പറേഷനോ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കലോ അങ്ങനെയുള്ള പണിയുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഇതോടൊപ്പം തന്നെ മറ്റ് വീട്ടുകാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കണ്ടെത്തിയ ഒരു ഈസി ജോബാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പം എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ ടൈമിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് ഈ അധ്യാപന വൃത്തി. അതൊന്ന്. രണ്ടാമത്, ഇപ്പോഴത്തെ അക്കാഡമിക് റിസൾട്ട്സ് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അഹല്യയിൽ വെച്ചിട്ട് 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച എല്ലാ കുട്ടികളെയും ആദരിച്ചു. ഹാള് നിറഞ്ഞു കവിഞ്ഞ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക MLA ആണിരുന്നത്, മലമ്പുഴ MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിലെന്താണ് ആൺകുട്ടികൾ വളരെ കുറവാണല്ലോ. ഞാൻ പറഞ്ഞത് നമ്മുടെ കുഴപ്പമല്ല, ഫുൾ A+ വാങ്ങിയവരിൽ 2/3 പെൺകുട്ടികളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കുത്തിയിരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങാൻ കഴിയുന്ന അവർക്കാണ്. അതുകൊണ്ട് അധ്യാപന വൃത്തിയിലേക്ക് വരുമ്പോൾ ഡിഗ്രി എടുക്കുന്നതും PG എടുക്കുന്നതും എന്തിനാണ്? ഇവിടെ തന്നെ ഇപ്പോൾ ഉള്ള നിങ്ങൾ RJ-മാരിൽ എത്ര പേര് പുരുഷന്മാരുണ്ട്? ബാക്കിയെല്ലാം സ്ത്രീകളല്ലേ. എന്തുകൊണ്ടത്? എന്നുവെച്ചാൽ നേട്ടം കൊയ്തെടുക്കുന്നതിൽ ഇപ്പോൾ കാലികമായിട്ട് പുരുഷന്മാരെക്കാൾ മുന്നിൽ സ്ത്രീകളാണ്. പെൺകുട്ടികളാണ് എല്ലാ കോളേജുകളിലും ഇപ്പം ആൺകുട്ടികളെക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പട്ടണങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും പെൺകുട്ടികളുടെ സ്ഥിതി വളരെ പിന്നിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ഞു കുട്ടികളെ മുതൽ ഗവേഷകം ചെയ്യുന്ന അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകര് ശരിക്കും അതിന് യോഗ്യരായിട്ടുള്ള അധ്യാപകരാണെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എനിക്ക് അറിയാവുന്നത്, ഈ B.Ed പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊന്നും, B.Edന് നല്ല ഫീസാണ്, പക്ഷെ അതിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊന്നും അത്രയും യോഗ്യതയുള്ളവരല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പേഴ്സണലി. അതിന് കുറേ ആർട്ടിക്കിൾസൊക്കെ ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സാർ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും യോഗ്യരാണോ അവരൊക്കെ? ഈ യോഗ്യത 2 തരത്തിലുണ്ട്. ഒന്ന് വിദ്യാഭ്യാസ യോഗ്യത, പിന്നെ ഒന്ന് അവരുടെ കഴിവ്. ഈ വിദ്യാഭ്യാസ യോഗ്യത അവർക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും B.Ed പഠിപ്പിക്കുന്ന കോളേജിലുള്ള അധ്യാപകരൊക്കെ M.Ed കഴിഞ്ഞവരായിരിക്കും. പക്ഷെ M.Ed കഴിഞ്ഞുകൊണ്ട് അവർ നല്ല അധ്യാപകരാണെന്നില്ല. ഇപ്പം മരം കയറ്റത്തിന്റെ തിയറി മുഴുവൻ പഠിച്ചാലും മരം കയറാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവര് ജനറ്റിക്കൽ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നന്നായിരിക്കും. എനിക്കൊന്ന് അതൊരു 20% ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ജന്മസിദ്ധമായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവർ ഒരു 20% മുകളിലുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പല കുട്ടികളും എൻ്റെ അടുക്കെ അധ്യാപകരെ കുറിച്ച് പരാതി പറയാൻ വരാറുണ്ട്. സാർ, അവർ പഠിപ്പിക്കുന്നത് ശരിയാവില്ല. അപ്പം ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ്, അതിപ്പോൾ നമ്മൾ ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും നമുക്ക് എല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. കുട്ടികളെ തന്നെ എടുത്തു നോക്കൂ. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷനോ ഫസ്റ്റ് ക്ലാസ്സോ വാങ്ങാൻ കഴിയുമോ? ഒരുപോലെയല്ല. അതുപോലെ അധ്യാപകരുടെ ഇടയിലും ആ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ കഴിവുള്ള അധ്യാപകരെ തെരഞ്ഞെടുത്ത് നിയമിച്ചാൽ
കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും അതൊരു നേട്ടമായി മാറും. തീർച്ചയായിട്ടും. സർ, അപ്പം ഇനി പറയുകയാണെങ്കിൽ ഈ അധ്യാപനം ഒരു മഹത്തായിട്ടുള്ള കർമ്മമാണെന്നൊക്കെ നമ്മൾ പൊതുവെ പറയാണ്ട്, അപ്പം അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കുന്നത് അതല്ലെങ്കിൽ അതൊരു മിത്താണെങ്കിൽ അങ്ങനെ ഒരു മിത്ത് ഉള്ളത് ഇന്ന് നോക്കുമ്പം അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്? അധ്യാപനം ഒരു മഹത്തായ കർമ്മമാണ്. ഞാൻ പറയാൻ കാരണം, എൻ്റെ അപ്പൂപ്പൻ അധ്യാപകനായിരുന്നു, എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, ഞാൻ അധ്യാപകനാണ്, എൻ്റെ സഹോദരനും സഹോദരിയും അധ്യാപകരാണ്. ഒരാള് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ, ഒരാള് ആർട്സ് സയൻസ് കോളേജിലും അധ്യാപകരായിരുന്നു. എൻ്റെ മകള് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ്. എൻ്റെ ഭാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ്. എൻ്റെ മകന് മെഡിക്കൽ ഹാൻഡ് ആണെങ്കിലും അധ്യാപകനാകാനാണ് ആഗ്രഹം. മെഡിക്കൽ അധ്യാപകനാകല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഞങ്ങളുടെ രക്തത്തിൽ പെട്ടുപോയതാണെന്ന് തോന്നുന്നു, അധ്യാപകരാകുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പല ജോലികൾ കിട്ടിയിട്ടും അധ്യാപന വൃത്തി എടുക്കാനുള്ള കാരണം, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമുക്കൊരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും വേണം. ഏത് ജോലി ചെയ്താലും നമുക്ക് ആ തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ ആ ജോലി നമുക്ക് യോഗ്യമല്ല. അപ്പോൾ ആ തൃപ്തി അധ്യാപനത്തിൽ കിട്ടുന്നവരാണ് അധ്യാപകരെങ്കിൽ അത് മഹത്തായ ഒരു കർമ്മമാണ്. മനസ്സിലായില്ലേ? ഇനി ആ തൃപ്തി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അപ്പോൾ അധ്യാപനത്തിന് എല്ലാവരും ചാടി പുറപ്പെടരുത്. അധ്യാപനം ചെയ്യുന്നതിലൂടെ ആ തൃപ്തി കിട്ടും എന്ന് സ്വയം തോന്നുന്ന ആളുകൾ മാത്രമേ അധ്യാപനത്തിന് ഇറങ്ങുക. ഇല്ലെങ്കിൽ അവരൊരു ഫെയിൽഡ് ടീച്ചേഴ്സ് ആവും. അങ്ങനെ ഫെയിൽഡ് ടീച്ചേഴ്സാണ് കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ കുട്ടികൾ ആ വിഷയത്തെ വെറുക്കും. അതുകൊണ്ട് അവരവർ തന്നെ അധ്യാപകർ ആദ്യം തീരുമാനിക്കണം, എനിക്ക് ഈ തൊഴിൽ ഇഷ്ടമാണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ക്യാൻ ഐ ഇമ്മേഴ്സ് ഇൻ ദാറ്റ് ജോബ്. ഒരു അധ്യാപകന് വേണ്ടത്, ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്, അയാൾ പാടുന്ന പാട്ട് അയാൾക്ക് തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല പാട്ടുകാരനാകുന്നുള്ളൂ. ഒരു നല്ല ഓട്ടക്കാരൻ അയാളെ ഓട്ടത്തെ ആസ്വദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഒരു നല്ല അധ്യാപകനോ അധ്യാപികയോ അവർ ചെയ്യുന്ന കർമ്മത്തെ ആദ്യം അവർക്ക് തന്നെ ആസ്വാദ്യമായി തോന്നണം. അവർക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാൻ കഴിയും? ഇതൊരു സെൽഫ് ലിറ്റ്മസ് ടെസ്റ്റാണ്. അതെല്ലാ അധ്യാപകരും ചെയ്യണം. അതുകൊണ്ട് എല്ലാ അധ്യാപകരും എല്ലാ അധ്യാപികമാരും നല്ലവരെന്നോ മോശക്കാരെന്നോ ഒരു ബ്രാൻഡ് ലേബൽ നമുക്ക് ഇടാൻ പറ്റില്ല. സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ പോലെ ഇവരിലെല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് 10 റേഡിയോ ജോക്കിമാരുണ്ടെങ്കിൽ 10 പേരും ഒരുപോലെ ആയിരിക്കില്ല പെർഫോം ചെയ്യുന്നത്. അത് അധ്യാപകരുടെ ഇടയിലുണ്ട്. പക്ഷെ അതൊരു മഹത്തായ തൊഴിലാണ്. കാരണം ഒരു അധ്യാപകനോ അധ്യാപികയോ വാർത്തെടുക്കുന്നത് അടുത്ത തലമുറയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന നഴ്സറി ലെവലിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം. ഈ കുട്ടികൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? കുട്ടികൾ ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ അധ്യാപകരെയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഗ്രാൻഡ് പേരൻസിനെയാണ്. അതും കഴിഞ്ഞിട്ട് അവരുടെ രക്ഷിതാക്കളെ അവർ അനുകരിക്കുള്ളൂ. കാരണം അപ്പോൾ അവർക്കുള്ള റോൾ മോഡലാണ് അധ്യാപകർ. അപ്പോൾ അധ്യാപകരായിട്ട് നമ്മൾ ആരെ പ്രസന്റ് ചെയ്താലും നേരം പോക്കിന് ആരെ അധ്യാപകരാക്കരുത്. ആ ഒരു കാലിബർ ഉള്ളവരെ മാത്രമേ അധ്യാപകരാക്കും. ഇല്ലെങ്കിൽ അവരുടെ എല്ലാ നന്മതിന്മകളും ഈ കുട്ടികളിലേക്ക് സംക്രമിക്കപ്പെടും. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ. അപ്പം ഒരു നല്ല അധ്യാപകന് വേണ്ടിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റീസൊക്കെ സാറിനുണ്ട്. കാരണം ഒരു കുട്ടികളെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് വേണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സാറിന് അറിയാമെന്ന് എനിക്ക് പല പരിപാടികളിലും, സാർ ഇരിക്കുന്ന പരിപാടികളിലൊക്കെ അതിരുന്നപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ആസ് എ ടീച്ചർ പിന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു രീതിയിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് സാർ എന്ന് ഞാൻ ഒരു കോംപ്ലിമെൻ്റ് കൂടി ഇപ്പോൾ പറയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് മഹാദേവൻ പിള്ള സാറാണ്. അപ്പം സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം അധ്യാപനം എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു മഹത്തരമായിട്ടുള്ളൊരു കർമ്മമാണ്. ഇപ്പം ശരിക്കും ഞാനും ഒന്ന് ഓർത്ത് നോക്കി, ഞാനും കുറേ കൂടെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ശരിക്കും അധ്യാപകരെ തന്നെയായിരുന്നു ഒരു കാലം വരെ. കാരണം ഒരു സ്കൂളിലൊരു ടീച്ചർ എന്ത് പറയുന്നു അതുപോലെ ആയിരിക്കും വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ പറയുക. അപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഈ അധ്യാപകർ പറയുന്നതാണ് ശരി, അവർക്കൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റാം, പക്ഷെ അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു സമയമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അവരാണ് ശരി എന്ന് പറയുന്ന ഒരു സമയം, അതിനപ്പുറം ഒന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും അധ്യാപകർ എന്ന് പറയുന്നത് ഒരു മഹത്തരമായിട്ടുള്ളൊരു ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അവർക്കെല്ലാവർക്കും ഒരു ആശംസകൾ കൂടി അറിയിക്കാൻ ഞാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും മഹാദേവൻ സാറിന് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് 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 സർ, താങ്ക് യു സോ മച്ച്.